എല്ലാവർക്കും സുഖമല്ലേ? ചില സമയത്ത് ഇങ്ങനെയും ചില പണികളൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെയും നമ്മൾ പാചകം ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ ട്രെയിലർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. ട്രെയിലർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല, എല്ലാം അകത്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ അകത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനൊരു സൗകര്യം വന്നില്ല. മഴയാണേലും എന്താണേലും നമ്മൾ ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ, നമ്മളപ്പോൾ ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി അനുഭവമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല ചെറിയ മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ വണ്ടിയിൽ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത്, ഡീസൽ ടാങ്കിന് പുറത്ത് വെച്ച് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും പണികളുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പം അതും കൂടി എല്ലാവരും അറിയുക. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇത് ഇത്രയും നാളെ ഞാൻ വന്നിട്ട് ഇതുവരെ ഒരു മാസത്തിനിടക്ക് ആദ്യമായിട്ടാണ് ട്രെയിലർ ഇല്ലാണ്ട് ഇരിക്കുന്നത്. അപ്പോൾ സാധനങ്ങൾ ഫുള്ള് അകത്ത് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനോ മീൻസ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല. രണ്ട് പേരുടെ സാധനങ്ങളെല്ലാം കൂടി വന്നപ്പോൾ തന്നെ അത് മൊത്തം ഫുള്ളായി. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതിപ്പോൾ വണ്ടിക്കകത്ത് ഇതുപോലെ ഫുള്ള് സാധനം ഇരിക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് ബെഡിൻ്റെ പുറത്തോട്ട് വെച്ചാൽ ഇതിനകത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആള് മഴയും പെയ്യുന്നുണ്ട്, അതാണ് ചെറിയൊരു പണി കിട്ടിയത്. പഞ്ചാബി കറിയാണ് കേട്ടോ, पंजाबी चिकन करी है। ये हमारा मुकेश भाई है। एक हाय बोलो भाई। कैसा है इधर का काम, कैसा चल रहा है? बढ़िया चल रहा है, but you have to do hard work. You know we are sitting and raining and cooking. अच्छा है, Europe is good. If you are a hard working people, then Europe is good. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ പെരക്കകത്ത് വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാമെന്ന് ആരും വിചാരിക്കണ്ട. യൂറോപ്പ് ഇൻ്റർനാഷണൽ ഓടുന്ന വണ്ടിക്കാർ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതാരും പുറത്ത് കാണുന്നില്ല, പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെയും ലൈഫുണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കണം. हिंदी में बोलने के लिए बोल रहे हैं. इधर अच्छा है, यूरोप आओ. यूरोप अच्छा है, बट हम लोग हर दिन इवनिंग घर में जाके उधर बनाने का ऐसा नहीं. इधर आप मेहनती हो, आप काम करने वाला आदमी है तो इधर वैल्यू है. अगर आप बोलेंगे कि मेरे को पैसा चाहिए बैठ के, वो नहीं मिलेगा. ऐसा काम करना पड़ेगा. काम करते ऐसा ही है. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ യൂറോപ്പിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് അവർ എത്ര വയസ്സായാലും അവർക്ക് വേണ്ടിയിട്ട് അവർ അധ്വാനിച്ച് അവർ ജീവിക്കുന്നത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് അവർ ജീവിക്കുന്നത്, ആണാണേലും പെണ്ണാണേലും ഒക്കെ. അപ്പം ഈ ട്രക്ക് ലൈഫ് എന്ന് പറയുന്നതും അവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അവർ അത് എന്താ പറയുക, സ്വന്തം വീട് പോലെയാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്. അവരൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതുപോലെ തന്നെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറണം. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കത്തില്ല. അവർ ഈ ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അകത്തു തന്നെ കഴിച്ചങ്ങ് പോകും. നമ്മൾ ശീലിച്ച കാര്യങ്ങളാവുമ്പോൾ മാറ്റിയെടുക്കാൻ കുറച്ച് പാടുണ്ടാവും, പക്ഷേ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ ചൂടെന്ന് പറയുമ്പോൾ നമുക്കിത് തണുപ്പാണ്. ഒരു നവംബർ ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പോടും. ആ സമയത്ത് ഇതുപോലെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇതേപോലെ മഴയും അതുപോലെ തന്നെ എന്താ പറയുക, പുറത്തിറങ്ങി നിൽക്കാനോ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് റിയൽ ലൈഫ്. ഓക്കെ, ദിസ് ഈസ് ദ റിയൽ ലൈഫ് ഓഫ് ട്രക്ക്. അതെ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ വല്ലതും കഴിക്കട്ടെ.